നമസ്തേ. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകുമ്പോൾ എല്ലാവരും മരണപ്പെട്ടാൽ നമ്മൾ കരയാറില്ല. നമുക്ക് അത്രയധികം ആത്മബന്ധമുള്ളവർ മരണപ്പെട്ടാൽ മാത്രമേ നമ്മൾ കരയാറുള്ളൂ. ഇപ്പോഴത്തെ കരയിലൊക്കെ കുറേ പ്രഹസനമാണ്. എന്നാൽ നമുക്ക് ഒട്ടും പ്രിയപ്പെട്ടവർ അല്ലാത്ത, എന്നാൽ നമ്മളുടെ പ്രിയപ്പെട്ടവരാകുന്ന, നമുക്ക് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും വ്യക്തിപരമായോ അല്ലാതെയോ ഒന്നും ഇല്ലാത്ത ചിലർ മരണപ്പെട്ടാൽ നമ്മൾ കരയും, വല്ലാതെ ഏങ്ങലടിച്ച് കരയും. അങ്ങനെ ഒരു വിങ്ങലാണ് പി ജയചന്ദ്രൻ എന്ന മഹാഗായകൻ ഈ ഭൂമിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ദേഹം വിട്ടകന്നപ്പോൾ തോന്നിയത്. ഞാൻ വളരെ അപൂർവമായി മാത്രമേ കരയാറുള്ളൂ. അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ. അങ്ങനെ ഒരു അകൽച്ചയാണ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ എനിക്ക് തോന്നിയത്. എനിക്ക് വ്യക്തിപരമായി അല്ലാതെയുമൊന്നും വലിയ അടുപ്പമൊന്നുമില്ലാത്ത ഒരു മഹാഗായകനാണ് പി ജയചന്ദ്രൻ. കണ്ടിട്ടുണ്ട്, ഒന്നോ രണ്ടോ വാക്കുകൾ മിണ്ടിയിട്ടുണ്ട് എന്നല്ലാതെ മറ്റു പരിചയങ്ങളൊന്നും ഇല്ല. എന്നാൽ എനിക്ക് മറ്റൊരു പരിചയമുണ്ട്. എൻ്റെ മുത്തപ്പൻ. എൻ്റെ കുഞ്ഞു പ്രായത്തിലേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. മുറുക്കി ചോപ്പിച്ച് ഇരട്ടി മധുരമൊക്കെ തിന്നുകൊണ്ട് നടക്കുന്ന ഒരു സുന്ദരൻ, ഒരു പ്രത്യേക തരത്തിലുള്ള പേനാക്കത്തിയും മടിയിൽ മുറുക്കാനും അതിലധികം ഇരട്ടി മധുരവും ഒക്കെ കൊണ്ടു നടന്നിരുന്ന ഒരാൾ. മുറുക്കാൻ തരില്ലെങ്കിലും ഇരട്ടി മധുരം ചെറിയ കഷ്ണങ്ങൾ ഞങ്ങൾക്ക് തരുമായിരുന്നു. ആ മുത്തപ്പനെ ഞാൻ നന്നായി ഓർക്കുന്നു. ആ മുത്തപ്പൻ ജയചന്ദ്രൻ്റെ ആ പാലിയത്ത് കുടുംബത്തിലെ ദേഹണ്ണക്കാരനായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ മുത്തപ്പൻ പറഞ്ഞതായി ഓർക്കുന്നുണ്ട്, ഞാൻ ജയചന്ദ്രനെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്, നല്ല സുന്ദരനായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധം എനിക്ക് ഈ മഹാഗായകനായി ഉണ്ട്, അത്രമാത്രം. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഗായകരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് പി ജയചന്ദ്രൻ. ഒന്ന്, ആരെയും കൂസാത്ത ഭാവം. തെറ്റുകൾ കണ്ടാൽ വളരെ ധൈര്യപൂർവ്വം, അത് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും ഡാ നീ പാടുന്ന തെറ്റാ എന്ന് വളരെ ധൈര്യപൂർവ്വം പറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വം. സ്റ്റാർ സിംഗറിൽ അല്ലെങ്കിൽ അമൃത ടി വിയിലാണോ മറ്റോ ഒരു മ്യൂസിക് പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് വൈ ദിസ് കോലാവരിടി എന്ന് പാടിയപ്പോൾ വളരെ ദേഷ്യത്തോടുകൂടി എന്ത് പാട്ടാണിത് എന്ന് ചോദിച്ച് ഇറങ്ങിപ്പോയ ഒരു ജയചന്ദ്രനെ നല്ലപോലെ ഓർക്കുന്നു. എവിടെയും കർക്കശ സ്വഭാവം. ചില അമ്പലങ്ങളിൽ, ചില ഗാനമേളകളിൽ കണ്ടിട്ടുണ്ട്. കോട്ടയത്ത് ഒരു ഗാനമേളയ്ക്ക് വന്നപ്പോൾ ജയേട്ടാ ഇന്ന പാട്ട് പാടുമോ എന്ന് ചോദിച്ചപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞ് ചിരിയും തെറിയും മേടിച്ച, കൂവലും മേടിച്ച ആ ഗായകനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പാട്ടുകൾ മാത്രമേ അദ്ദേഹം പാടൂ. എന്നാൽ ചിലരുടെ വളരെ സ്നേഹപൂർവമായ അപേക്ഷകൾ കൈക്കൊണ്ട് അദ്ദേഹം പാടാറുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് തോന്നണം, അങ്ങനെ മാത്രമേ അദ്ദേഹം പാടൂ. അദ്ദേഹം സാധാരണഗതിയിൽ ഒരു ഗായകൻ വന്നാൽ അവരുടെ പാട്ടുകൾ മാത്രമാണ് കൂടുതലും അവർ പാടുക. ബാക്കി പാട്ടുകളൊക്കെ മറ്റുള്ളവരായിരിക്കും പാടുക. എന്നാൽ ജയേട്ടൻ പാടിയത് പകുതി പാട്ടുകൾ അദ്ദേഹത്തിൻ്റെയും ബാക്കിയൊക്കെ മറ്റു പലരുടെയുമായിരുന്നു. മറ്റു പലരുടെയും പാട്ടുകൾ പാടാൻ ഇന്നത്തെ ഗായകർ കാണിക്കുന്ന വിമുഖത ജയേട്ടനില്ല. അപ്പോൾ ഒന്ന്, സ്വകാര്യമായ ഒരു അഹങ്കാരം. എൻ്റെ പാട്ടിനെ മോശമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാട്ടുകളുടെ റീമിക്സിനോട് ഒട്ടും താല്പര്യമില്ലാതിരുന്ന ഗായകനാണ് ജയചന്ദ്രൻ. എന്നാൽ അദ്ദേഹം, ഞാൻ ചില ഇൻ്റർവ്യൂകളിൽ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പാടിയത് ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ എന്ന ഗാനമാണ്. അത് ഒരുപക്ഷെ എനിക്ക് യേശുദാസ് പാടുന്നതിനേക്കാൾ ഭാവതീവ്രത അദ്ദേഹം പാടിയപ്പോൾ തോന്നി. യേശുദാസ് പാടിയത് മോശം എന്നല്ല പറഞ്ഞത്,
പക്ഷേ അതിൽ കൂടുതൽ എന്തോ ഒന്നുകൂടി അതിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് സ്വാഭാവികമായും ആ പാട്ട് കേട്ടപ്പോൾ തോന്നി. കാരണം അത്രയേറെ ആത്മാവിൽ തൊട്ടാണ് അദ്ദേഹം മറ്റൊരു ഗായകൻ്റെ പാട്ട് പാടിയത്. കൂടാതെ മുഹമ്മദ് റാഫി സാറിൻ്റെയും സുശീലാമ്മയുടെയും ഒക്കെ പാട്ടുകൾ, അല്ലെങ്കിൽ ടി ആർ സൗന്ദരരാജൻ്റെ സാറിൻ്റെയൊക്കെ പാട്ടുകൾ അദ്ദേഹം പാടുമ്പോൾ എത്ര ഭാവതീവ്രമായിട്ടാണ് അദ്ദേഹം പാടുന്നത്. കൂടാതെ അക്ഷരത്തെറ്റുകൾ വരാതെ പാടുന്ന ഒരു നല്ല ഗായകൻ, പാട്ടുകൾ എല്ലാം ഏകദേശം ബൈഹാർട്ടായിരിക്കുന്ന ഒരു ഗായകൻ. ഇതിനൊക്കെ അപ്പുറം എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൽ എനിക്ക് ദർശിക്കാനായത് ശ്രുതിശുദ്ധമായി പാടുന്ന ഒരു ഗായകൻ. ഒരിക്കലും ഒരു നോട്ട് പോലും ശ്രുതി തെറ്റുന്നതായി എനിക്കിതുവരെ തോന്നിയിട്ടില്ല അദ്ദേഹം പാടുമ്പോൾ. അത് സ്റ്റുഡിയോയിൽ ആയിക്കൊള്ളട്ടെ, ഇൻ്റർവ്യൂകളിലായിക്കൊള്ളട്ടെ, ഗാനമേളകളിലായിക്കൊള്ളട്ടെ, ശ്രുതി ഔട്ടാവാൻ അദ്ദേഹം ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെയും കൂടെ വായിക്കുന്ന ഉപകരണങ്ങളെയും ഒന്നും ശ്രുതി തെറ്റിപ്പോകാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. അത്ര നിഷ്കർഷയോടുകൂടിയാണ് അദ്ദേഹം പാടിയിരുന്നത്. എത്രയോ ഭാവതീവ്രമായ ഗാനങ്ങൾ ഗാനമേളകളിൽ എപ്പോഴും യേശുദാസിൻ്റെ പാട്ടുകളൊക്കെ ഹരിമുരളീരവുമൊക്കെ ഇറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ദേവസഭാതലമൊക്കെ ഇറങ്ങിയപ്പോൾ അത് ഗാനമേളകളിൽ പിന്നത്തെ ആഴ്ച മുതലൊക്കെ ആൾക്കാർ പാടി തുടങ്ങിയിരുന്നു. അതേസമയം പി ജയചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചില ഗാനങ്ങൾ ചില ഗാനമേളകളിൽ നമ്മൾ പാടാൻ പറഞ്ഞാൽ അവർ നോക്കാം എന്നേ പറയൂ. കാരണം അത്രയും ഭാവത്തോടുകൂടി അതേ പാറ്റേണിൽ പാടുക എന്ന് പറഞ്ഞാൽ സ്വല്പം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ശരദിന്ദു മലർദീപ നാളം നീട്ടി, രാഗം ശ്രീരാഗം, നീയൊരു പുഴയായി തഴുകുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള ആരാരും കാണാതെ, ഇങ്ങനെയുള്ള ചില പാട്ടുകൾ പാടാൻ പറഞ്ഞാൽ മിക്കവാറും ഗാനമേളക്കാർ അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിനകത്തെ ചില സംഗതികളുണ്ട്. ആ സംഗതികൾ അത് മറ്റുള്ളവർക്ക് പാടി ഫലിപ്പിക്കാൻ പ്രയാസമാണ്. പാടാൻ കഴിയുമായിരിക്കും, അതേ ഭാവത്തോടുകൂടി, അതേ തീവ്രതയോടുകൂടി, അതേ നിഷ്കളങ്കതയോടുകൂടി അത് കേൾക്കുവാൻ സ്വല്പം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, അദ്ദേഹം ഒരു ട്രെയിൻ കാത്തിരിക്കുന്നു. അപ്പോൾ അതിലെ ഐ എം വിജയൻ ജയേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതിൽ നിന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കുക, അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള വ്യക്തികളുമായും കൂട്ടുണ്ടായിരുന്നു. സാധാരണ പാട്ടുകാർക്കൊക്കെ പാട്ടുകാരുമായും എഴുത്തുകാരുമൊക്കെ ആയി മാത്രമേ കൂടുതൽ ബന്ധങ്ങളുണ്ടാവുകയുള്ളൂ. അതേസമയം പി ജയചന്ദ്രൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു ഐ എം വിജയൻ അപ്രതീക്ഷിതമായി അതിലെ പോവുകയും അപ്പോൾ ജയേട്ടനെ കണ്ട് അദ്ദേഹത്തെ തോണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം മൈൻഡ് ചെയ്യാതിരിക്കുകയും 2-3 തവണ വിളിച്ചപ്പോഴും എന്തടോ എന്ന് ചോദിച്ചു, ഒരു ഓട്ടോഗ്രാഫ് തരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ശ്രദ്ധിച്ചതുപോലുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രവി മേനോൻ എന്ന് പറയുന്ന സാറും അങ്ങനെ തന്നെ പറയുന്നത് കേട്ടു. അതിനുശേഷം ആരോ പറഞ്ഞു ഇത് ഐ എം വിജയനാണ്. വേഗം ജയേട്ടൻ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് ഡോ തൻ്റെ ഒരു ഓട്ടോഗ്രാഫ് തരും എന്ന് പറഞ്ഞു. ഐ എം വിജയൻ ആകെ വിഷണ്ണനായി ബുദ്ധിമുട്ടിപ്പോയി എന്നാണ് പറയുന്ന ആ സന്ദർഭത്തിൽ. അപ്പോൾ ഞാൻ ജയേട്ടൻ്റെ ഓട്ടോഗ്രാഫ് മേടിക്കാനാണ് ജയേട്ടൻ വന്ന് നിൽക്കുന്നത്. ഡോ അതല്ല, എനിക്ക് തൻ്റെ ഓട്ടോഗ്രാഫാണ് വേണ്ടത്. കാരണം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഐ എം വിജയനെ കണ്ടു എന്ന് മോളിൻ്റെ അടുത്ത് പറഞ്ഞാൽ മോൾ ചോദിക്കും എന്തേ ഒരു ഓട്ടോഗ്രാഫ് മേടിച്ചില്ല എന്ന് പറയും എന്ന് അദ്ദേഹം വിജയനോട് പറയുകയും ഐ എം വിജയൻ്റെ കയ്യിൽ നിന്നും ഒരു ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങുകയും ശേഷം ഐ എം വിജയന് ഒരു ഓട്ടോഗ്രാഫ് കൊടുക്കുകയും ചെയ്തതായി ഐ എം വിജയനും രവി മേനോൻ സാറുമൊക്കെ ഈ ഇടയ്ക്ക് ഇൻ്റർവ്യൂകളിൽ പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹം എത്ര നിഷ്കളങ്കനാണ്, ജനങ്ങളോട് ഇടപെടുന്ന ആ രീതി എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് തോന്നിപ്പോവുകയാണ്. പെട്ടെന്ന് തോന്നുമ്പോൾ പരുക്കനായി തോന്നാം. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം അഹങ്കാരിയാണെന്ന്. അതുപോലെ രവീന്ദ്രൻ മാഷിൻ്റെ പാട്ടുകൾ അത്ര വലിയ മഹത്തായ ഗാനങ്ങളൊന്നുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മളൊക്കെ വിമർശിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് അതിനകത്ത് കൂടുതൽ ക്ലാസിക്കലിൻ്റെ അംശങ്ങൾ കൂടിപ്പോയി, അതുകൊണ്ട് ആ പാട്ടിൻ്റെ തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ ലാളിത്യം, അതിൻ്റെ ഒരു പ്രത്യേക ഒഴുക്ക് നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ. അതിനെ എല്ലാവരും വളച്ചൊടിച്ച് അദ്ദേഹത്തെ അഹങ്കാരിയായും ഒക്കെ മുദ്രകുത്തി എത്രയോ മോശപ്പെട്ട പരാമർശങ്ങളാണ് അദ്ദേഹത്തിന് നേരെ നടത്തിയത് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ അദ്ദേഹത്തെ അടുത്തറിഞ്ഞവർക്ക് നന്നായി അറിയാം, അദ്ദേഹം ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്ത് സംഗീതമായി ആവശ്യപ്പെട്ടാലും അതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു
മഹാഗായകനായിരുന്നു. എഴുത്തുകാരൻ സതീഷ് ചന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. ഫോണിൽ കൂടി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ സതീഷ് ചന്ദ്രനാണ്, എഴുത്തുകാരനാണെന്ന് പറഞ്ഞപ്പോൾ മോനെ എനിക്കറിയില്ല നിന്നെ എന്നാണ് പറഞ്ഞത്. അതൊരു ചമ്മലായി അദ്ദേഹത്തിന് തോന്നിയെങ്കിലും സതീഷ് ചന്ദ്രൻ ഒരു പാട്ട് പാടിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ പാട്ട് മുഴുവൻ ഫോണിലൂടെ അദ്ദേഹത്തിന് പാടിക്കൊടുത്തു. വേറെ ഏത് ഗായകർ ചെയ്യും ഇതുപോലെയൊക്കെ? അപ്പോൾ എവിടെ ഇരുന്നായാലും പാട്ടുകൾ തുടങ്ങിയാൽ നിർത്താതെ അക്ഷരശുദ്ധിയോടെ, അക്ഷരത്തെറ്റില്ലാതെ, വരികൾ തെറ്റാതെ ശ്രുതിശുദ്ധമായി പാടുന്ന ഗായകർ വളരെ അപൂർവം പേരെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഗായകനാണ് പി ജയചന്ദ്രൻ. അദ്ദേഹം ക്ലാസിക്കൽ അധികം പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ചില പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതിലൊരു പാട്ടാണ് ഞാനിപ്പോഴും പാടുമ്പോഴും എനിക്ക് പേടിയാണ്, തെറ്റിപ്പോവാറുണ്ട്. രാഗം ശ്രീരാഗം ഉദയ ശ്രീരാഗം, രാഗം ശ്രീരാഗം ഉദയ ശ്രീരാഗം, മധുകര മധുര ശ്രുതിയിൽ പ്രണയ സരോവരമുണരും രാഗം, രാഗം ഹംസധ്വനി രാഗം. അങ്ങനെ അത് രാഗം വസന്തരാഗം പ്രപഞ്ച മധുവന വസന്തരാഗം. അതങ്ങനെ മലയമാരുതത്തിൽ പോയി നിൽക്കുമ്പോൾ ജയചന്ദ്രൻ പാട്ട് പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസം തോന്നും. അത്ര ഗംഭീരമായിട്ടാണ് ആ പാട്ടൊക്കെ അദ്ദേഹം പാടി വച്ചിരിക്കുന്നത്. അതും അദ്ദേഹം കൂടുതലും സ്റ്റുഡിയോകളിൽ നിന്ന് യുഗ്മഗാനങ്ങളായി പാടാനാണ് അദ്ദേഹത്തിന് താല്പര്യം. കാരണം അപ്പോഴാണ് അതിൻ്റെ ശരിക്കും ഭംഗി കിട്ടുക എന്ന് അദ്ദേഹം പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും പാടുമ്പോൾ പേടി തോന്നാറില്ല. ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ. അതിനിടയിൽ ദൂരേതോ പക്ഷി പാടുന്നു കാതരമാം സ്നേഹഗീതം, ദൂരേതോ പക്ഷി പാടുന്നു ഒരു സംഗതി പാടുന്നുണ്ട്. അത് ഇപ്പോൾ പാടിയപ്പോഴും ഞാൻ പാടിയത് ശരിയായില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപൂർവ സമയങ്ങളിൽ മാത്രമാണ് അത് വളരെ കൃത്യമായി തന്നെ നമുക്ക് പാടാൻ കഴിയുന്നത്. പണ്ട് ദൂരദർശനിലൊക്കെ വളരെ ആകാംക്ഷയോടെ ചെന്നിരുന്ന് കേൾക്കാറുള്ള ഒരു ഗാനം, ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. എവിടെയൊക്കെയോ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു പാട്ട്. സ്മൃതി തൻ ചിറകിലേറി ഞാനൻ ശ്യാമഗ്രാമഭൂവിലണയുമ്പോൾ അരയാലും കുളവും ഈ കൽപ്പടവും പുനർജന്മം എനിക്കേകുന്നു, ഞാനെൻ ബാല്യത്തിൻ തീരത്തു നിൽക്കുന്നു. ഇതൊക്കെ അദ്ദേഹത്തെ ഓർത്തിരിക്കുന്ന ചില ഗാനങ്ങളാണ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ലളിതഗാനങ്ങൾ. നീലക്കായലിൽ ഓളപ്പാത്തിയിൽ നൃത്തം വയ്ക്കുന്നതേതു വള്ളം. ജയചന്ദ്രനും മാധുര്യമ്മയും കൂടി പാടിയ ദൂരദർശനിലെ മനോഹരമായ ലളിതഗാനം. അതുപോലെ ജയചന്ദ്രൻ പാട്ടൊക്കെ ഏകദേശം ഇല്ലാതെയായി കുറച്ചു കാലം ഒരു ശൂന്യത പോലെ പോയിരുന്ന സമയത്താണ് നിറം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത്. അന്ന് മറ്റു പാട്ടുകളെല്ലാം യേശുദാസ് പാടിയിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം മൂലാനീനം നൽകി, ഈടം തേടും ഈറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തു ഞാലാടി പാടൂ നാട്ടുമൈനേ. വലിയ ഒരു ക്രൗഡായിരുന്നു ആ പാട്ട് തിയേറ്ററിൽ വന്നപ്പോൾ. കൈയടിക്കുകയും വലിയ രീതിയിൽ ഹർഷാരവം മുഴക്കുകയുമൊക്കെ ആ പാട്ടിന് ഉണ്ടായിട്ടുണ്ട്. ജയചന്ദ്രൻ്റെ
തിരിച്ചുവരവായിരുന്നു ആ ഗാനത്തിലൂടെ. പിന്നീട് ദേവരാഗമേ മേലെ മേഘത്തേരിൽ റിം ചിം 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 പാടിവാ താഴെ വാ, ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ അദ്ദേഹത്തിൽ നിന്നും പിറവിയെടുത്തു. മറ്റു പാട്ടുകളൊക്കെ യേശുദാസ് പാടുമ്പോഴും യേശുദാസ് പാടുന്ന പാട്ടിനേക്കാൾ കൂടുതൽ ജയചന്ദ്രൻ അതിനകത്ത് ഒരു പാട്ട് പാടിയാൽ മതി, ആ പാട്ടിനായിരിക്കും പ്രാധാന്യം കൂടുതൽ. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് ആ ഭാവഗായകൻ്റെ പ്രത്യേകത. ആലോചിച്ച് നോക്കൂ. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവഗോപികയാണു നീ. അതിനകത്ത് മറ്റു പാട്ടുകളെല്ലാം യേശുദാസാണ് പാടിയിരിക്കുന്നത്. പക്ഷേ നമ്മെ കൂടുതൽ പിടിച്ചു കൊണ്ടുപോകുന്നത് ഈ ഗാനമാണ്. നന്ദനം എന്ന സിനിമയിൽ മറ്റു ഗാനങ്ങളാണ് കൂടുതൽ നല്ലത്. എനിക്കിഷ്ടം അതിനകത്ത് മറ്റു ഗാനങ്ങളാണെങ്കിൽ പോലും അതിനകത്ത് സാധാരണ ജനങ്ങൾ അംഗീകരിച്ച പാട്ട് ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ. ഈ പാട്ടായിരുന്നു യുവജനങ്ങളെ കൂടുതൽ ആകർഷിച്ചത്. അങ്ങനെ ഓരോ ഗാനങ്ങളെടുത്താലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കൊക്കെ എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ആ മഹാഗായകൻ വേറെ എവിടെയെങ്കിലും ഒരു പുനർജന്മമായി ജനിച്ച് നമ്മളറിയാത്ത മറ്റൊരു മഹാഗായകനായി വീണ്ടും ഈ ഭൂമിയിൽ വരാൻ ഇടവരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത അത്രയും ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളതുകൊണ്ടും ഒരുപാട് വായിച്ചും കേട്ടും അറിഞ്ഞുമുള്ള ഓർമ്മകൾ ഉള്ളതുകൊണ്ടും ഇവിടെയൊന്നും പറഞ്ഞാൽ ഒരിക്കലും അത് തീരില്ലാത്തതുകൊണ്ടും തൽക്കാലം അർത്ഥവിരാമങ്ങൾ ഇടുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും എഴുതാം. എനിക്ക് കൂടുതൽ പറയേണ്ട കാര്യങ്ങൾ ഞാനും നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാം. ആ മഹാഗായകൻ്റെ മുന്നിൽ പ്രണമിച്ചുകൊണ്ട്